ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇതിപ്പോൾ വിൽക്കേണ്ട അവസ്ഥയാണ്. ആഭരണങ്ങൾ ഗോൾഡായാലും സിൽവറായാലും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഞാൻ ഇടത്തുമില്ല. അമ്മ ഒരിക്കൽ മേടിച്ചുകൊണ്ട് വന്നതാണ് ഈ മാല. മേടിച്ച സ്ഥിതിക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇട്ട് തുടങ്ങി. ഫോട്ടോകളൊക്കെ എടുത്ത് തുടങ്ങുമ്പോഴത്തേക്ക് കൊള്ളാം, ചേർന്നുണ്ട്, കിടക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ ഇങ്ങനെ ഒരു മാല കിടക്കുമ്പോൾ അതൊരു കോൺഫിഡൻസ് കൂടിയാണ്. ഇത് ഹനുമാനാണ്, ഞാനൊരു കുറച്ച് സാമ്യമുള്ള ദൈവമാണ് ഹനുമാൻ. ഈ യാത്ര തിരിച്ചു വരുമ്പം ഇത് എന്നോടൊപ്പം കാണില്ല. ഇതൊക്കെ നമുക്ക് വിൽക്കാൻ എളുപ്പമാണ് അല്ലേ, വിറ്റ് പൈസ കിട്ടും എന്നൊക്കെ അല്ലെങ്കിൽ എളുപ്പമാണ്. പക്ഷേ ഇതുപോലെ ഒന്ന് വീണ്ടും നമ്മുടെ ശരീരത്തിലോട്ട് വരാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ട് വരാൻ വളരെ പ്രയാസമാണ്. എനിക്ക് വിൽക്കുന്നതൊട്ടും ഇഷ്ടമല്ല. കാരണം വിറ്റ് ശീലിച്ചാൽ പിന്നെ വിറ്റുകൊണ്ടേയിരിക്കും എന്നാണ് എന്നെ എൻ്റെ കുടുംബ പാരമ്പര്യം പഠിപ്പിച്ചു തന്നത്. അപ്പം വിറ്റ് തുടങ്ങിയാൽ പിന്നെ വിറ്റുകൊണ്ടേയിരിക്കും. എല്ലാം തീർന്ന അവസാനത്തത് വിൽക്കുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് അയ്യോ വിൽക്കേണ്ടതായിരുന്നു. ഇതിപ്പോൾ വിൽക്കേണ്ട അവസ്ഥയാണ്. ഇന്നത്തെ റേറ്റിൽ 2% കോസ്റ്റായിരിക്കും എടുക്കുന്നത്. ഇന്നത്തെ റേറ്റ് 7,525 മൈനസ് 2%, 7,374 രൂപ വെച്ചായിരിക്കും എടുക്കുന്നത്. 13 ഗ്രാം 820, 1,01,908 രൂപ. അവർ കൊണ്ടുപോയ ആ സാധനം ഇനി ഞാൻ ഒരിക്കലും കാണൂലല്ലേ. അതായിരിക്കണം മാല. ഞാൻ ആരെ കാണിക്കാനാണ് ഇത് തുറന്നിട്ടാണ് എന്തൊരു കാണിക്കുക. ഇനിയിപ്പോൾ ഡീസൻറ്റ് എക്സിക്യൂട്ടീവ് ഒരു തമാശ തരുന്നു. എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാതെ ഇങ്ങനെ നോക്കും, മാലകത്തുണ്ടോ അതോ എവിടെയെങ്കിലും പൊട്ടിപ്പോയാ എന്നുള്ള രീതിയിൽ. ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയിട്ട് പോയി. പിന്നെയാണ് മനസ്സിലായത് ഊഫ് വിറ്റ്. നീ കൂടെ കൂടെ ഇത് ഓർക്കാതെ ഇങ്ങനെ നോക്കി. ഞാൻ ചിലതൊക്കെ നമ്മളെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നതിൻ്റെ ഒന്നാണ്. അതില്ലാതെ വരുമ്പോഴത്തേക്ക് അതുള്ളപ്പോൾ നമ്മൾ ഓർക്കൂല, പക്ഷെ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ